ഭൂരഹിതരില്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ. സംസ്ഥാന വ്യാപകമായി നടന്ന പട്ടയമേളയിലൂടെ 10,002 കുടുംബങ്ങൾ കൂടി ഇന്ന് ഭൂമിയുടെ അവകാശികളായി. അതിദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഭാഗമായ പട്ടയ വിതരണത്തിനോടൊപ്പം 100 വർഷത്തിലധികം നിയമക്കുരുക്കിൽ കിടന്ന ഭൂതർക്കങ്ങളും തീർപ്പാക്കിയാണ് പട്ടയം നൽകിയത്. വിശദവിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 10,002 കുടുംബങ്ങളാണ് ഭൂമിയുടെ അവകാശികളായി മാറിയത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം വെച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 2,33,000 കുടുംബങ്ങൾക്കാണ് ഇതിനോടകം ഭൂമി നൽകിയിരിക്കുന്നത്. 1ഉം 2ഉം പിണറായി സർക്കാരായി ഏതാണ്ട് 4 ലക്ഷത്തിലധികം ആളുകൾക്ക് ഭൂമി കൊടുത്തു കഴിഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം, അതായത് കഴിഞ്ഞ 9 വർഷത്തിനിടയിലാണ് ഇത്രയധികം കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശിയായി മാറിയത്. സർക്കാർ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷ്യം വെക്കുന്നത് 5 ലക്ഷം പേർക്ക് 5 ലക്ഷം പേർക്ക് സ്വന്തമായി ഭൂമി എന്ന ലക്ഷ്യം തന്നെയാണ്. അതായത് നിലവിലുണ്ടായിരുന്ന ആളുകളുടെ ഒപ്പമാണ് 5 ലക്ഷം ആളുകൾക്ക് സ്വന്തം പേരിൽ ഭൂമിയില്ലായിരുന്നു. 5 ലക്ഷം കുടുംബങ്ങൾക്ക് അവർക്ക് ഭൂമി എത്തിക്കുക, അവർ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിൽ പ്രധാനപ്പെട്ടതാണ് അതിദാരിദ്ര്യ ലഘൂകരണവുമായി ബന്ധപ്പെട്ട ഭൂമി നൽകുന്ന കൈവശ രേഖ നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്ത് പല കുടുംബങ്ങളുടെയും ഭൂമിയുടെ അവകാശികളല്ലാതെയായി തീർന്നത് നിയമക്കുരുക്കുകൾ കൊണ്ടാണ്. അതായത് ചില ആളുകൾ 100 വർഷത്തിലധികം അവർക്ക് ഭൂമിയുണ്ട്, പക്ഷെ നിയമത്തിൻ്റെ ചുവപ്പ് നാടയിൽ അണിഞ്ഞുകൊണ്ട് അവരുടെ അവകാശം ലഭിച്ചില്ലായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് പലർക്കും പട്ടയം വിതരണം ചെയ്തത്. എന്തായാലും സംസ്ഥാനത്ത് എല്ലാവർക്കും പട്ടയം ലഭിക്കുക, ഭൂരഹിതരില്ലാത്ത ഒരു കേരളത്തെയാണ് ഇടത് സർക്കാർ ലക്ഷ്യം വെക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് സർക്കാർ അടുത്തിരിക്കുകയാണ്.